ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു പി യു സ്പേസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പെർഫെക്റ്റ് ഹെയർ പാക്ക് തന്നെയാണ്. പെർഫെക്റ്റ് ഹെയർ പാക്ക് ഹെന്നയാണ്. അപ്പോൾ അതിൽ നമ്മൾ മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും മുടിയുടെ താരൻ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു ഹെന്നയാണിത്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ഹെന്ന എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ തയ്യാറാക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നമ്മുടെ മെയിനായിട്ടുള്ള സാധനമാണ് പേരയുടെ ഇല വേണം, പിന്നെ ഉലുവ വേണം, പിന്നെ കുരുമുളകിൻ്റെ പൊടിയാണ്. കുരുമുളക് മുഴുവനോടെ കിട്ടുകയാണെങ്കിൽ അതായാലും മതി. അതിനുശേഷം നമുക്ക് തേയില പൗഡർ വേണം. പിന്നെ ഇത് തുളസിയാണ്. കൃഷ്ണ തുളസി എടുത്തിട്ടുണ്ട്, രാമ തുളസി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, ഒരു കഷ്ണം പൊട്ടറ്റോ വേണം. പിന്നെ നമ്മുടെ മെയിനായിട്ട് മൈലാഞ്ചിപ്പൊടി, പിന്നെ ഇത് നെല്ലിക്കപ്പൊടിയാണ്. നെല്ലിക്കപ്പൊടിക്ക് പകരം പച്ച നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമ്മൾ ജ്യൂസാക്കിയിട്ട് പച്ചയ്ക്കെടുക്കാം. ഏതായാലും നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഹെന്നയാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഹെന്ന ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമുക്ക് പേരയുടെ ഇല ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രാമതുളസി. ഇത് നല്ല മണമുള്ള തുളസിയാണ് കേട്ടോ. തുളസി ഇടുന്നത് അപ്പോൾ ജലദോഷമൊന്നും വരാതിരിക്കാൻ നമുക്ക് നല്ലതാണ്. ഹെന്ന ഇടുമ്പോൾ തണുപ്പല്ലേ. പിന്നെ നമ്മുടെ സാധാരണ തുളസി, ചുമന്ന തുളസിയില്ലേ, അതിന് ശേഷം നമുക്ക് ഉലുവ ഇടാം. പെപ്പർ പൗഡർ ഇടാം. കഴിഞ്ഞിട്ട് നമുക്ക് തേയില ഇടാം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നന്നായി തിളപ്പിക്കണം. അപ്പോൾ നമുക്കിനി ഹെന്ന ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ടിക്കോഷൻ തയ്യാറായിട്ടുണ്ട്. ഇതാണ്. ഇത് അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട്. ചെറിയൊരു ചൂടിലാണ് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യും. അപ്പോൾ ഇത് ഹെന്ന പൗഡറിലേക്ക് നമുക്ക് നെല്ലിക്കപ്പൊടി ഇടാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പൊട്ടറ്റോയും കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ജ്യൂസാണ്. ഇത് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മുടെ ഹെന്ന മിക്സ് കറക്റ്റായിട്ട് റെഡിയാണ്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. കാരണം ഒരുപാട് ലിക്വിഡും അല്ല, എന്നാൽ ഒരുപാട് ടൈറ്റും അല്ല. ഇത്രയും ആയാലാണ് നമ്മുടെ ഹെയറിൽ കറക്റ്റായിട്ട് അത് ഇരിക്കുള്ളൂ. ഇതിനിപ്പോൾ ഒരു ഓവർനൈറ്റ് നമ്മൾ ഇങ്ങനെ വെക്കണം. ഓവർനൈറ്റ് ഞാൻ ഈ ബൗളിലല്ല വെക്കുന്നത്. ഞാനതിന് ഈ ഇരുമ്പ് കടായിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഇരുമ്പ് കടായിൽ എടുത്തിട്ട് നൈറ്റിൽ ഞാൻ ഇതിലെടുത്തിട്ട് വെക്കും. ഇപ്പോൾ ഇരുമ്പ് കടായി ഇല്ല എങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇരുമ്പിൻ്റെ കത്തിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അയൺ കണ്ടൻറ്റ് കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡപ്പം. അപ്പോൾ നമുക്ക് ഒരു ഉണ്ടാക്കിയ ജ്യൂസ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് എന്താ ഒരു ഹെയർ ടോണർ പോലെ യൂസ് ചെയ്യാം. ഹെന്ന കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കും. കാരണം ഹെന്ന ഇട്ടിട്ട് നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഇതുപോലെ ഇടയ്ക്ക് ഇത് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ആ ഹെന്നയുടെ കളർ ഒരുപാട് ലാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. തലമുടിക്കും വളരെ നല്ല ഒരു എന്താ പറയുക ടോണറാണിത്. ഓക്കെ.